വലൈക്കും അസ്സലാം. പിന്നെ ഒരു കാര്യം പറയാൻ പറയാൻ. നീ എവിടെ ഓഫീസിലാണോ? ഇല്ലടാ, ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങാണേ. അതെല്ലേ, വർക്ക് എന്തായി? രണ്ടുമൂന്ന് വർക്ക് ഉണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തോട്ടാ. ടിക്കറ്റ് എടുത്തോ? ഇന്നലെ എടുത്തു. അത് ശരി. എന്നത്തേക്കാ? നാളെ ഉച്ചക്ക് ശേഷമാണ്. നീ വൈകിട്ടൊന്നും ഇറങ്ങും? ഇന്ന് വൈകിട്ട് ഞാൻ നോക്കട്ടാ, ഇന്ന് ഇറങ്ങാം. എന്താ ഷോപ്പിങ്ങിന് പോണവനായിട്ട്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. ഞാൻ എന്തായാലും വർക്ക് കഴിഞ്ഞിട്ടേ ഞാൻ വരാം. എന്നിട്ട് അവനെ എടുത്തിട്ട് സാധനം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാ, ഞാൻ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ. അധികം ലേറ്റ് ആവണ്ടോ? ശരിയടാ, ശരിയെങ്കിൽ ഞാനില്ലെങ്കിൽ അവനായിട്ടൊന്ന് പോണോട്ടോ. ഞാൻ വിളിക്കാം. ഓക്കെ. നിങ്ങൾക്ക് പിന്നെ കുഞ്ഞുട്ടി വരുമ്പോൾ ഒരു ഐഫോൺ കൊടുത്തേക്കിട്ടോ. എൻ്റെ റീലൊന്നും എടുക്കുമ്പോൾ ഒരു ക്ലിയറും ഇല്ല. നോക്കി, നിങ്ങൾ 5 കൊല്ലം അതിലിപ്പോൾ പോയിട്ട് നിങ്ങളൊക്കെ ഇനിയും പൈസ ഇല്ലാന്നോ? എൻ്റെ ഫാൻസ് എല്ലാവരും പറയണ്ട എൻ്റെ മൊബൈൽ ക്ലിയർ ഇല്ല. അതൊക്കെ ഒരു ഐഫോൺ വാങ്ങിക്കൂടാന്നൊക്കെ. എനിക്കൊരു ഐഫോൺ നിങ്ങൾ കുഞ്ഞുട്ടിൻ്റെ അടുത്ത് കൊടുത്തേക്ക്. ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് ഐഫോൺ വേണം. ഫോളോവറും കൂടുന്നില്ല, ലൈക്കും ഇല്ല, കമന്റും ഇല്ല. വേണ്ട, എനിക്ക് കൊടുത്തേക്കണം. അത് കൊടുത്തേക്കിട്ടോ. അതിപ്പോ എത്ര തോന്നെ പൈസ ഒന്നും ഇല്ലല്ലോ. പിന്നെ അതിനപ്പം കുറച്ച് പിസ്തയും ബദാമോ അതും കൊടുത്തേക്കും. കിട്ടുമ്പോ അല്ലേ, നിങ്ങളെയൊക്കെ ഒന്ന് കിട്ടുമ്പോഴല്ലേ ഉള്ളൂ. എന്നായിക്കോട്ടെ, എന്നാ വെച്ചോളി. ചെക്ക സ്കൂളിൽ തന്നെ ഉണ്ട്. ശരി ശരി, മറക്കല്ലിട്ടോ. കിടന്നാ മതിയേനു ആ ചെക്കനോട്. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞു? ഹലോ, ഇതെന്തോ സംഭവം? വർക്കൗട്ട് രാത്രി ജിമ്മ് തുടങ്ങാൻ വിചാരിച്ച്. വർക്കൗട്ട് ശരിയാവില്ല. എത്ര ദിവസം ഉണ്ടാവും? എന്താ ബർഗർ കഴിച്ചോ? വേണ്ടൊക്കെ ഫാറ്റാന്ന് പറയാം. ഫാസ്റ്റ് ഫുഡ് ഒന്നും കൊണ്ട മുതലേ ഹെൽത്തി ഫുഡ് മാത്രം. ഉള്ളി, സലാഡ്. പറയണ്ട, ഇപ്പൊ നിനക്ക് വേണ്ടി മേടിച്ചല്ലേ, ഇത് വേസ്റ്റ് ആവില്ലേ? കഴിച്ചോ, ആൾക്ക് കഴിക്കാലോ. വർക്കൗട്ട് വിട്ടുന്ന ഒരു കളിയില്ല. അപ്പൊ നിനക്ക് വേണ്ടെന്ന് ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞില്ല, ഫാസ്റ്റ് ഫുഡ് വെച്ചതാ. ചിക്കനോ ബീഫാ? ബീഫാണോ? ബീഫോ? ബീഫ് കഴിച്ചാല് ഞാൻ അവിടുന്ന് വരുമ്പോ കഴിച്ചതാ. പിന്നെ എനിക്ക് വേണ്ടി പോകുന്നുണ്ടോ? കഴിച്ചോ? കഴിച്ചില്ലേ? വേണമെങ്കിൽ ഒരു കറി പറ്റുമോ? പിന്നെ കുറച്ച് കഴിക്കാം. ചോറാ പ്രശ്നം. ചോറ് കുഴപ്പം ശരിയാ, ചോറ് ഫാറ്റാണ്. ബർഗർ കഴിക്കാം. അതല്ലേ? പിന്നെ ഇതോട് വാങ്ങി മട്ടി ടൈമിൻ്റെ അപ്പുറത്ത്. അല്ല, ഇതെന്നും പതിവാക്കണം. ഒരു ബർഗർ കഴിച്ചിട്ട് 2 അടി. പിന്നെ ബർഗർ കഴിച്ചിട്ട് 2 അടി 3 അടി ഞാൻ കഴിച്ചോളാം.
അതല്ല വിഷയം. ഇന്നലെ എന്തേലും പ്രശ്നം? ഉറങ്ങാൻ പറ്റുന്ന രാത്രി എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? ആരുടെ ഫോണിൽ തിരക്കൂടുന്നത് കേട്ടത്? ഞാൻ കേൾക്കൂലേ? എന്തൊക്കെ വിളിച്ച് പറഞ്ഞത്? എടാ ആളിയൻ ചെക്കന്റെ കേസാണ്. എന്താ കേസ്? അവനെ കൊടുന്ന് 2 ദിവസം അവിടെ കെടുത്തി. പിന്നെ എനിക്കറിയാലോ ബാക്കിയുള്ള കാര്യങ്ങള്. ഈ വരുന്ന് പറഞ്ഞ് പിന്നെ മുബാർക്ക് പിന്നെ റൂമിൽ കൊണ്ടാക്കി കൊടുത്തു. ഇപ്പൊ മൂപ്പർക്ക് നാട്ടിൽ പോണം, നിക്കില്ല. അമ്മായിമ്മയെ വിളിച്ച് പറഞ്ഞേക്കണം അവർക്ക് നിക്കാൻ പറ്റില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് നോട്ട് പോവാൻ നിൽക്കുക. എന്ത് ചെയ്യും? നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് കയറ്റി പോലെയുള്ള പരിപാടിക്ക് നിൽക്കുന്നതിന് ഇനിയിപ്പോ തലവേദന എടുക്കാൻ വയ്യ. മുബാറക്കിന്റെ റൂമിലുണ്ട്. അവരിപ്പോ സാധനങ്ങൾ മേടിക്കാൻ ഞാൻ പൈസ കൊടുത്ത് വിട്ടുണ്ട് അവന്. ഓക്കെ, എന്തായാലും ആവട്ടെ. എന്തായാലും അതൊക്കെ വിധിച്ചതാ. പറഞ്ഞേക്കാണ്, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അവിടെ നിർത്താൻ പറ്റൂല. അവൻ നേരാവില്ല. അവന്റെ അതാണ് വിഷയം. അത് അവ ആലോചിക്കണ്ടേ? അവ ആലോചിക്കുന്നില്ല. ഇപ്പൊ പ്രശ്നം അതല്ല. ഇനിയിപ്പോ സാധനങ്ങൾ മേടിക്കാൻ പോയി. അവൾ എന്തൊക്കെയാ അവനോട് മേടിക്കാൻ പറഞ്ഞെന്ന് അത് ആങ്ങൾക്കും പെങ്ങൾക്കും അറിയുള്ളൂ. അത് പോട്ടെ, ടിക്കറ്റിന് ഇപ്പൊ എന്താ റേറ്റ് എന്ന് അറിയോ? ഭയങ്കര റേറ്റാ ടിക്കറ്റ്. ടച്ചിന് 2000 തരാം. അതൊക്കെ പോട്ടെ, ഇതിന്റെ ഇടയിൽ കൂടെ ഐഫോൺ ഉണ്ടാക്കണം അവൾക്ക്. ഐഫോണോ? ആടെ അതിന്റെ ഇടയിൽ കൂടെ ഐഫോൺ വേണം അവൾക്ക്. ആർക്ക്? പെണ്ണിന്. അല്ലാതെ ആർക്കാ? ഇനിയിപ്പോ അവൻ്റെ കൊടുത്തയക്കാന്ന് പറയും ചെയ്തു ഞാൻ. അനക്ക് പൊന്നാരാൻ അന്തല്ലേ? ഇത്രയും കടങ്ങളുണ്ട്. സ്മാർട്ട് വാച്ച് ഉണ്ട് കേട്ടോ. ഐഫോണിന്റെ കൂടെ ഒന്ന് ഫ്രീ ആയിട്ടേ. അറിയില്ല മോനെ. ഇജി പെണ്ണുങ്ങളെ കളിക്ക് തുള്ളലോട്ടാന്ന് പറയാനുള്ള കാര്യം പറയാം. ഇജി ഇന്നലെ കേട്ട് എല്ലാത്തിനും മൂളികാണ്ട് നിൽക്കണ്ടേ? ഷായദേ, ഞാനൊരു യത്തീമാണ്, എനിക്കറിയാലോ. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. മനസ്സിലായിട്ടില്ലേ? അപ്പം അവൾ എന്ത് എന്നോട് ആഗ്രഹം പറഞ്ഞാലും ഞാനത് ചെയ്തു. അതൊരു മുതലെടുക്കുകയാണ്. സത്യം പറഞ്ഞ പാവമായിട്ടാണ് ഈ ചിന്തിക്കാത്തോണ്ടാണ്. എനിക്കവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല, പാപ്പിമ്മില്ല. അതൊക്കെ ആ പെണ്ണ് മുതലെടുക്കണം. എനിക്ക് അവളും അവൾക്ക് ഞാനും, അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം. സിനിമയിൽ കേൾക്കാൻ രസമുണ്ട്. അത് കല്യാണം കഴിക്കാത്ത നിനക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. നാട്ടിൽ പോകണം. എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കടങ്ങളൊക്കെ വീടുണ്ട്. എന്ന് വീടിന്റെ കടങ്ങൾ ഇങ്ങനെ ഈ ആളിനെ കൊണ്ടുവന്ന് ഫീസൊക്കെ കൊണ്ടുവന്ന് ആളുണ്ട്. ആ മുബാറക്കാണ് പറഞ്ഞ ഒന്ന് നിർത്തി. എന്താ കാട്ട്? ഇത് വേണമെങ്കിലേ ഒരു ഇതെടുത്ത് വെച്ചോ. അല്ല, ഞാൻ അൻവറിന്റെ അളിയനെ കൊണ്ട് ഒരു പർച്ചേസിന് വന്നതാ. നമ്മളെ പഴയ റൂമിലുണ്ടായിരുന്ന അൻവറില്ലേ? അത് തന്നെ. അവന്റെ അളിയ നാട്ടിൽ പോവാണേ. കുറച്ച് ദിവസമായി വന്നിട്ട് ജോലിയൊന്നും ശരിയായില്ലടാ. അപ്പൊ നാട്ടിൽ പോകാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ പറഞ്ഞിടാന്ന് വിചാരിച്ചിട്ട്. നീ പോവാണോ? ആയിക്കണ്ട, ശരി. നമ്മളൊരു പഴയ സുഹൃത്താണ്, എന്റെ അളിയന്റെ കൂട്ടുകാരനാണ്, എന്നറിയാം. ഇത് വേണം കിട്ടോ. ഇതേ ആവശ്യം വരും. ഇതില് ഇപ്പൊ കുറെ പീസ് ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഒക്കെ ചെയ്ത് വെച്ചേക്കല്ലേ. ബാറ്ററി ആണോ വേണോടാ? ബാറ്ററി വേണ്ടേ? കൊണ്ടുപോകാൻ മുട്ടായിക്ക് അപ്പുറത്തുണ്ടോ? അവിടെ നിന്ന് എടുത്തോ. നിനക്ക് ആവശ്യമുള്ള എടുത്തോ, അവിടെ ഉണ്ട്, ആ സ്ഥലത്തോ. സാധനം എടുക്കാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. എന്റെ എന്തോ പൈസ ഉണ്ടെന്നാ, പൈസ നാട്ടിൽ അയച്ചിട്ടില്ലെന്നാ. അപ്പം കുറെ സാധനം എടുക്കണമെന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ആര്? അൻവറിന്റെല്ലോ? ആ ബെസ്റ്റ്. നീ അളിയന്റെ പറഞ്ഞാൽ മതി, അളിയ എടുത്തരുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ തൽക്കാലം നീ കൈവീശി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഉള്ളത് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്തായാലും എടുത്തോ, കുഴപ്പമില്ല. ഞാൻ അവനോട് പറഞ്ഞോളാം. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ. എടുക്കും.
അസ്സലാമലൈക്കും. വലൈസ്സലാം. എന്താ എന്ത് വിശേഷം? സുഖം, അടിപൊളി. അതെ, ആ. വൈഫിന് കൊടുത്തേക്കാൻ ഒരു നല്ലൊരു ഫോൺ. ഏത് ഫോണാ വേണ്ടത്? ഐഫോൺ മതി. ഐഫോണാണ് വേണ്ടത്. ഉണ്ടല്ലോ, ഐഫോൺ ഉണ്ടല്ലോ. ഐഫോൺ എത്ര ഒരു ബഡ്ജറ്റിൽ നോക്കണേ? പരമാവധി ഇപ്പത്തെ ലേറ്റസ്റ്റ് മോഡൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ 13 Pro ഒക്കെ എടുത്തു. ഇതെന്താ നല്ല ഫോണാ, 13 Pro നല്ല ഫോണാ. ഈ ഫോണാ വേണ്ടേ? ഇപ്പത്തെ ലേറ്റസ്റ്റ് ഫോൺ ഇതല്ലേ? നല്ല ഫോണാ അത്. ഇതിപ്പോ എങ്ങനെ നമുക്ക് പേയ്മെന്റ്? ഇപ്പൊ ഇത് എൻ്റെ ഇപ്പോ 500 ഉണ്ട്. ബാക്കി അടവിന്റെ ശരിയാക്കി തരാം. വേറെ എവിടെ പോയാലും കിട്ടില്ലെന്ന് പറയാതെ ഞാൻ ഇതുപോലെ തന്നെ വന്നു. മാസം എത്ര രൂപ വെച്ചുള്ള പറഞ്ഞാൽ മതി. അത് മാസം നമുക്കൊരു 500 വെച്ചിട്ട് തന്നാ മതി. അവസ്ഥ വളരെ മോശം. കുഴപ്പമില്ല. പിന്നെ ഇത് പെണ്ണിനാണ്. ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് കൂടെ നമ്മുടെ ഒരു പ്രൈമിന്റെ ചാർജർ ഉണ്ട്, നല്ല ഫാസ്റ്റ് ചാർജർ ആണ്. അതൊക്കെ ഞാൻ ബോക്സും വെച്ചുതരാം. നമ്മളെ പ്രൈമിന്റെ ചാർജറാണ്, നല്ല അടിപൊളി ചാർജർ ഉണ്ടല്ലേ. നന്നായിട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ചാർജറാണ്. ബോക്സിലേക്ക് കേട്ടോ. ഞാൻ പോട്ടെ. ബില്ലും കാര്യങ്ങളും ഞാൻ വാട്സപ്പ് ചെയ്തുതരാം. അവനെ ചിലപ്പോ മുബാറക്കാവുമ്പോ ഉണ്ടാക്കുക. അതല്ലേ ഡ്യൂട്ടി നീ പറയാൻ പറ്റില്ല. തിരക്കാണ്. കുഴപ്പമില്ല, വന്നിട്ട് വിളിക്ക്. ടിക്കറ്റ് എടുത്തിട്ടേ ഞാൻ മെസ്സേജ് അയക്കാം. ശരി. കഴിഞ്ഞില്ലേ? അവള് പറഞ്ഞിട്ടാവൂല മേടിച്ചത്, മനസ്സിലായി. കുഴപ്പമില്ലടാ. എന്താ ആങ്ങളെ ചെല്ലുന്നല്ലേ? എടാ, ആങ്ങളെ ചെല്ലുന്ന സുലൈമാൻക്കാറ മോൻ ജബ്ബാറിന്റെ ഞാൻ കൊടുത്ത സാധനം കഴിഞ്ഞിട്ടില്ല, അവിടെ ഇരിപ്പാണ്. ഇതെന്തെന്നറിയോ, നാട്ടിൽ ചെല്ലുമ്പോൾ ഇതാണ് 10 മുട്ടായി എല്ലാവർക്കും എടുത്തോട്ട് കണ്ട. എന്റെ അനിയൻ വന്നപ്പോ കൊണ്ടുവന്നത് എന്റെ മാപ്പിള കൊടുത്തിട്ട് എന്റെ കെട്ടിയം കൊടുത്തിട്ട് അത് പെണ്ണുങ്ങൾക്ക് ഒരു ഇതാണ്. എനിക്കറിയാം. നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് പറക്ക്. വന്നിട്ട് എത്ര ദിവസമായിപ്പോ? എപ്പോഴും കഴിഞ്ഞില്ല പെട്ടിട്ടില്ലേ? നീ എന്താ ഒരാഴ്ചയായി. അതെ, ഇവരാണോ നമ്മൾ അൻവറിന്റെ അളിയന്? ഇവനാണല്ലേ. നീ അവനെ കണ്ടിട്ടില്ലേ? ഇല്ലല്ല, ഞാൻ വരുന്ന പറഞ്ഞപ്പോഴല്ലേ ഇവന് എൻ്റെ റൂമിലാക്കിയവന്. അൻവർ പറഞ്ഞു ഇവന്റെ കാര്യങ്ങളോട് എന്നും അൻവറും അവൻ്റെ വൈഫും കൂടി എന്നും ഫോണിലൂടെ എന്നും സംസാരിച്ചാലല്ലേ. ഫുഡ് കഴിച്ചാ? ഫുഡ് പുറത്ത് കഴിച്ച്. അൻവർ അവിടെ? അൻവർ ബാത്റൂമിലാണ് തോന്നുന്നത്. ഇവിടെ കുറെ സാധനം ഉണ്ടല്ലോ. അൻവർ പറഞ്ഞ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലയാ. ഇത്രയും സാധനങ്ങളോ? അളിയന്റെ അളിയൻ പോവല്ലേ. അളിയൻ്റെ അളിയൻ ആര് പോയാലും കുറച്ച് 2 ആഴ്ച മുന്നായിട്ടില്ല അൻവർ നാട്ടിൽ നിന്ന് ചെക്കൻ പോയപ്പോൾ കൊടുത്തു വിട്ടൊരു സാധനങ്ങൾ. എന്നൊക്കെ അത്യാവശ്യം കുറെ പൈസ വരുന്നുണ്ടാവില്ലേ? എല്ലാം കൂടി 25,500 രൂപ ആയി. ടിക്കറ്റ് എപ്പോഴാണ് ആളെ? ടിക്കറ്റ് 4 മണിക്കാണ്. 4 മണിക്കാണ് ഫ്ലൈറ്റ്. 4 മണിക്ക്, വെള്ളിയാഴ്ച 4 മണി. ടിക്കറ്റിന്റെ പൈസ എന്ന് പറഞ്ഞല്ലേ? പിന്നെ അല്ലാതെ ആര് കൊടുക്കാനാണ്? വേറെ ആരെങ്കിലും കൊടുക്കുവോ? അവൻ തന്നെ. ഓൾ എന്ത് പറഞ്ഞ് അതിന്റെ അപ്പുറം എനിക്കില്ല. അവനതല്ലേ അവൻ നയിക്കണ പൈസ. എങ്ങനെ കൊടുക്കണ്ടേ സാധനങ്ങൾ? അത് പറയുമ്പോ അത്, ഐഫോൺ പറയുമ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. എനിക്ക് വാപ്പില്ലല്ലോ, എനിക്ക് ഓളല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞാണ്ടിരിക്കുക. എന്താ കുറച്ചതിന് ബുദ്ധി വേണ്ടോ? അവന്റെ പെണ്ണുങ്ങൾ പറയും അതിനൊക്കെ തുള്ളിങ്ങാണ്ട് നിൽക്കണം. അവന് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? നല്ല കാര്യം പറഞ്ഞതേ ഉള്ളൂ മോനെ. ആടാ എവിടെ നോട്ടോ? നമ്മളെ മാഡത്തിന്റെ അഞ്ചത്തിന് വീട്ടില്ലേ, ദാർസലാമിന് വാക്കില്ല? ശരി. അവിടെ കഴിഞ്ഞൂല പരിപാടി. അളിയൻ പറ്റിയിട്ട് അല്ല, ഇച്ചൊരു ഫോൺ വാച്ച് വാങ്ങിയില്ലേ? അയ്യോ, അത് മറന്നുപോയി. എനിക്ക് വാങ്ങിയതോ?
എന്നിട്ട് അളിയന്റെ സ്നേഹം ഐഫോണൊക്കെ നിനക്കാ അവൾക്ക് ഒരു തൊഴിലെന്ന് പറയുന്നത് തന്നിട്ടില്ല. ഈ വാച്ചും വാച്ച് അവൾക്ക് തന്നെ, നീ അവൾക്ക് തന്നെ കൊണ്ടു കൊടുക്കണം. കളിക്കാൻ നിൽക്കരുതേ. ഷാഹിദ എനിക്കറിയാലോ. ഇപ്പോൾ നീ 2 പ്രാവശ്യം നാട്ടിൽ പോയി വന്നു, ഞാനിപ്പോഴും പോയിട്ടില്ല. 4 വർഷമായി നാട്ടിൽ പോകാണ്ട്. അപ്പോൾ ആരൊക്കെനറിയാം ആർക്ക് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. $2.5 ലക്ഷം ഒരു മാസത്തിനടക്ക് ഞാനിപ്പോൾ കടത്തിലായത്. 2.5 ലക്ഷം രൂപ. നാട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവനെ കൊണ്ടുവരാനുള്ള ചിലവ്, ടിക്കറ്റ്, ഇപ്പം ഐഫോണ്, ഈ സാധനങ്ങൾ മേടിച്ച പൈസ എല്ലാം കൂടി എത്ര ആയി എന്നുള്ളത്. ഇതൊക്കെ സംഭവിച്ചത് 1 മാസത്തിൻ്റെ ഉള്ളിലാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുമോ? നമ്മുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് നീ. ഇതെങ്ങനെ ഞാൻ പണിയെടുത്ത് വിട്ടുന്ന എനിക്കൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അറിയോ? ഒരു വക പറഞ്ഞ അവൾ എടുക്കില്ല. എൻ്റെ വാക്ക് അവൾ തീരെ എടുക്കുന്നില്ല. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഒന്നെടുക്കില്ലാണ്ട് പോകുന്നൊരവസ്ഥയാണിത്. വിധി നല്ലത് എന്ത് പറയാൻ. പാസ്പോർട്ട്, ടിക്കറ്റ്, പാസ്പോർട്ട് ഇതിലുണ്ടോ? ആ ഉണ്ട്. ഓക്കെ, ഇത് വെച്ചേക്കണം, കളയരുത്. തൂക്കി കേട്ടോ. ഓക്കെ, വാ അവിടുന്ന്. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതിൽ കയറിക്കോ കേട്ടോ. അപ്പൊ എന്തായാലും നാട്ടിൽ പോയിട്ടൊക്കെ വിളിക്കേട്ടാ.